ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിലൂസ് കിച്ചണിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്, പൈനാപ്പിൾ പായസം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് മട്ട റൈസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അതിനുശേഷം നമ്മൾ പൈനാപ്പിൾ എടുത്തിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ആ സെൻറ്ററിലുള്ള കട്ടിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുക്കണം. എന്നിട്ട് നമ്മൾ അതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാണ്ടാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ചൂട് തണിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു ടേബിൾ സ്പൂൺ നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചേർന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ സെയിം പാത്രത്തിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പൈനാപ്പിൾ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്. അതിനകത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ വറ്റി നന്നായിട്ട് നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ പൈനാപ്പിളിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാല് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് ഞാനിപ്പോൾ 1/2 കഷ്ണം പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൈനാപ്പിളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ പാലിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പാലിനകത്ത് ഈ പൈനാപ്പിൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു യെല്ലോ കളർ നമ്മുടെ ആ ഒരു പാലിന് കിട്ടും. അതിന് ശേഷം ഞാൻ ഈ കപ്പിൽ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ പൈനാപ്പിൾ അധികം മധുരം ഇല്ലാത്തതാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പായസത്തിന് ഏത് റൈസ് വേണമെങ്കിലും, പായസത്തിന് എടുക്കുന്ന ഏത് അരി വേണമെങ്കിലും, ഉണക്കലരിയോ അങ്ങനെ ഏത് വേണമെങ്കിലും ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കട്ടയൊക്കെ പിടിച്ചതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് നമ്മുടെ ആ പാലിനകത്തൊന്ന് മിക്സ് ആയിട്ട് വരണം. ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഇനി ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് 3 ഏലക്കായും അതുപോലെ കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.